വയനാട്ടിൽ പ്രിയങ്ക ക്യാമ്പ് ചെയ്ത് നടത്തുന്ന പ്രചാരണത്തിൽ പോലും വലിയ സ്വീകാര്യത ലഭിക്കുന്നില്ല എന്ന് വയനാട്ടിലെ എൻഡിഎ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് പറയുകയാണ്. കുടുംബവാഴ്ചയാണ് പ്രധാനമെങ്കിൽ പ്രിയങ്ക നല്ല സ്ഥാനാർത്ഥിയാകുമെന്നും അതല്ല ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കി പരിഹരിക്കുകയാണ് വേണ്ടതെങ്കിൽ എൻഡിഎക്ക് തന്നെ ആണ് മേൽക്കൈ എന്നും നവ്യ പറഞ്ഞു. വയനാട് തെരഞ്ഞെടുപ്പിന് ഇനി വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണുള്ളത്. എല്ലാ പാർട്ടികളുടെയും പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ BJPയും വാഹന പ്രചാരണത്തിന്റെ തിരക്കിലാണ്. ഇന്നിപ്പോൾ വണ്ടൂർ നിയോജക മണ്ഡലത്തിലാണ് പ്രചരണം പുരോഗമിക്കുന്നത്. ഇനിയിപ്പോൾ വിരലെണ്ണാവുന്ന ദിവസം മാത്രമാണുള്ളത്. എങ്ങനെയാണ് അവസാന ഘട്ടത്തിലെ പ്രചരണത്തിന്റെ? ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ സംസ്ഥാന നേതാക്കൾ എല്ലാവരും തന്നെ ഈ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് വയനാട് മണ്ഡലത്തിലുണ്ട്. മലപ്പുറത്തും വയനാട്ടിലുമായിട്ട് നിരവധി പൊതുയോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല പ്രതികരണം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നു. പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും ഊഷ്മളമായിട്ടുള്ള തരത്തിലുള്ള വർക്കാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ മുൻനിര നേതാക്കളൊക്കെ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്താണ് പ്രചരണം നടത്തുന്നത്. ഇടതുപക്ഷത്തിനാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് പ്രചരണത്തിന് ഇറങ്ങുന്ന സാഹചര്യമുണ്ട്. അവരെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമാണ് പങ്കുവയ്ക്കുന്നത്. എങ്ങനെയാണ് BJP ഇതിനെ കാണുന്നത്? കേന്ദ്ര മന്ത്രിമാരടക്കം ഞങ്ങളുടെ ഈ വയനാട് മണ്ഡലത്തിൽ വന്ന് പ്രചരണത്തിലാണ്. ശ്രീ ജോർജ് കുര്യൻജി 2 ദിവസമായി മണ്ഡലത്തിലുണ്ട്. ശ്രീ സുരേഷ് ഗോപി MP ഈ മണ്ഡലത്തിൽ പ്രചരണത്തിനുണ്ട്. അതുപോലെ തന്നെ ദേശീയ വൈസ് പ്രസിഡന്റ്, ദേശീയ സെക്രട്ടറി തുടങ്ങിയിട്ടുള്ള എല്ലാ നേതാക്കളും ഈ മണ്ഡലത്തിലെത്തി പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അവരെല്ലാവരും തന്നെ ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടെ തന്നെയാണ് ഈ ഇലക്ഷനെ നേരിടുന്നത്. കാരണം അത്തരം പ്രതികരണങ്ങൾ, അനുകൂലമായിട്ടുള്ള സാഹചര്യം ഈ മണ്ഡലത്തിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തുമ്പോൾ അവരുടെ ലക്ഷ്യം 5 ലക്ഷത്തിന് വലിയ ഭൂരിപക്ഷമാണ്. അത്രയും ഒരു വലിയ നേട്ടം കൈവരിക്കാൻ കഴിയുന്നുള്ള പ്രതീക്ഷിക്കുക. എങ്ങനെയാണ് കാണുന്നത് അതിനെ? പ്രിയങ്ക ഗാന്ധി ക്യാമ്പ് ചെയ്തിട്ട് പ്രചരണം നടത്തുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നോമിനേഷൻ ഫയൽ ചെയ്യാൻ വന്നു, അവർ തൊട്ടടുത്ത ദിവസം പോയി, പിന്നീട് ഒരു ദിവസത്തേക്ക് വന്നു തിരിച്ചുപോയി. ഇനിയും വളരെ കുറച്ചൊരു 5-6 ദിവസം മാത്രമാണ് ഇലക്ഷന് മുന്നോടിയായിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് ജനങ്ങളെ നിയന്ത്രിക്കാനുള്ള ശ്രമമൊക്കെ കോൺഗ്രസ് നടത്തിയിരുന്നെങ്കിൽ ആ ബാരിക്കേഡിന്റെ ഒന്നും ആവശ്യം വേണ്ടി വന്നിട്ടില്ല. കാരണം മുൻപൊന്നും ഉണ്ടായിരുന്ന തരത്തിലുള്ള ഒരു സ്വീകാര്യത ഇന്ന് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും അവർക്ക് ലഭിച്ചിട്ടില്ല. പണ്ടുണ്ടായിരുന്ന ഒരു ക്രൗഡൊന്നും ഇന്നില്ല. അതുകൊണ്ട് ഈ ജനങ്ങളുടെ പിന്തുണ വളരെ കുറഞ്ഞു വന്നു എന്ന് വേണം കരുതാൻ. BJPക്ക് അവസാന ഘട്ടത്തിൽ ആത്മവിശ്വാസം നൽകുന്ന ഘടകം എന്താണ്? ജനങ്ങളുടെ പ്രതികരണം തന്നെയാണ് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നത്. അതിനൊപ്പം തന്നെ പ്രവർത്തകരുടെ ആത്മവിശ്വാസവും അത് ഞങ്ങൾക്കൊരു ബലം തരുന്നു. അങ്ങ് കോർപ്പറേഷന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചൊരു പരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രചരണത്തിൽ സജീവമായിട്ട് നിൽക്കുന്നത്. പക്ഷേ മറുവശത്ത് പ്രിയങ്ക ഗാന്ധിയും അതുപോലെ കോൺഗ്രസ് ഒക്കെ പറയുന്നത് BJP പേരിനൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയെന്ന് മാത്രമാണ്. എങ്ങനെയാണ് അതിന്റെ മറുപടി? ഞങ്ങള് ഫാമിലി ഡോമിനൻസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നെഹ്റു കുടുംബത്തിന് തന്നെയാണ് ഇവിടെ പ്രാമുഖ്യമുള്ളത്. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടെ പറയാൻ സാധിക്കും ഞങ്ങൾ ഏറെ മുന്നിലാണ് എന്നുള്ളത്. വയനാട്ടിലെ കേന്ദ്ര സഹായം ലഭിക്കാത്തത് വലിയ പ്രധാന വിഷയമാക്കി മുഖ്യമന്ത്രി ഇന്നലെ ഉന്നയിക്കുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ BJPക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? പ്രതിരോധം ഞങ്ങൾക്ക് ആവശ്യമില്ല. കാരണം സത്യം മാത്രം എടുത്തു പറഞ്ഞാൽ മതിയല്ലോ. ഇവിടെ ചൂരൽമല വിഷയം വന്നതിന് ശേഷം 300 കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകി കഴിഞ്ഞു. 80 കോടി രൂപ മറ്റ് സംസ്ഥാനങ്ങളിൽ, BJP മാത്രം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നു കഴിഞ്ഞു. ദുരിതാശ്വാസ നിധിയിൽ മതിയായ തുക നീക്കിയിരിപ്പുണ്ട്. അത് കൂടാതെ അത് തികയാതെ വന്നാൽ എന്ത് വേണമെന്ന് പാക്കേജ് സമർപ്പിച്ചാൽ നൽകാൻ സന്നദ്ധരാണെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ വികസനം ഒന്നും എടുത്തു കാണിക്കാൻ സാധിക്കാത്തത് കൊണ്ട്, ഒരു ഇലക്ഷൻ വരുമ്പോൾ കഴിഞ്ഞ ഇത്ര വർഷക്കാലം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് പ്രൊജക്ട് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് മറ്റുള്ള ആളുകളുടെ ന്യൂനതകളിലേക്ക് എത്തി നോക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് ഈ സർക്കാരിന്റെ വീഴ്ച തന്നെയാണ്. ഈ സ്വീകാര്യതയ്ക്ക് വലിയ ആത്മവിശ്വാസം തീർച്ചയായിട്ടും 100%. അവസാന ഘട്ടത്തിൽ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സ്വീകാര്യത തന്നെ ആത്മവിശ്വാസമെന്ന് NDA സ്ഥാനാർത്ഥി പറയുമ്പോൾ വലിയ മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് NDA വയനാടുള്ളത്. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. വയനാട്ടിൽ 2014 സമാന സാഹചര്യമാണെന്ന് LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരി പറയുന്നു. LDFും UDFും ഇപ്പോൾ സമനിരപ്പിലാണ്. ഇത്തവണ ജയം LDFിനൊപ്പമാകുമെന്നും സത്യൻ മൊകേരി പറഞ്ഞു. വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി ശ്രീ സത്യൻ മൊകേരിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. വയനാടിന്റെ മുക്കിലും മുരളിലെത്തി പ്രചരണം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അത് എല്ലാ അർത്ഥത്തിലും അതിനെ സാധൂകരിക്കുന്ന തരത്തിലാണല്ലോ കാണുന്നത്. വളരെ അനുകൂലമായ ഘടകമാണ്. ജനങ്ങളുടെ ഒരു മൂഡെന്ന് പറയുന്നത് ഇവിടെ അനുകൂലമാണ്. ജനങ്ങൾക്ക് ഞാൻ പലപ്പോഴും പറയുന്ന കാര്യം, ഒരു ചേഞ്ച് വേണം. ഇത് സഹിക്കാൻ പറ്റില്ല, ഈ വഞ്ചന സഹിക്കാൻ പറ്റില്ല. അതിനോടൊരു പ്രതികാരം, മനോഭാവം ഉയർന്നു വന്നിട്ടുണ്ട്. UDFന് വോട്ട് ചെയ്തവർ, UDFന് രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തല്ല UDF വോട്ടല്ല. UDFിൻ്റെ പൊളിറ്റിക്കൽ വോട്ടെന്ന് പറയുന്നത് 2014 അവർക്ക് കിട്ടിയ വോട്ടാണ്. ആ ബേസാണ്. ആ ബേസിൽ അവർക്ക് 20,000-ലധികം വോട്ടേ ഉള്ളൂ. മുമ്പ് അവർക്ക് കുറച്ച് വോട്ട് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ 2014 താഴോട്ട് വന്നല്ലോ. ഞാൻ മത്സരിച്ച സന്ദർഭത്തിൽ ഞാൻ മത്സരിച്ച LDF സ്ഥാനാർത്ഥിയായിട്ട് LDFിൻ്റെ ചിഹ്നത്തിലാണ് മത്സരിച്ചത്. അരിവാളും കതിരിലാണ് മത്സരിച്ചത്. ആ അരിവാളും കതിരിലും കുത്താൻ
കുത്തിയപ്പോൾ 21,000 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ആ ഗ്രൗണ്ടാണ് ഇപ്പോൾ ആ സമനിരപ്പാണ് ഇപ്പം ഞാനും UDF സ്ഥാനാർത്ഥിയും തമ്മിൽ സമനിരപ്പാണ് ഉള്ളത്. ഞാൻ അവരോട് നേരത്തെ പറഞ്ഞു അത് 2014 കാര്യം. ഇതിപ്പോ അപ്രതീക്ഷിതമായിട്ടൊരു കൂടിക്കാഴ്ച ഉണ്ട്. അതെനിക്കറിയില്ല. ഞാൻ സംസാരിക്കുന്ന സ്ഥലത്ത് അതൊരു പുതിയ സംഭവമല്ല. അത് സ്ഥാനാർത്ഥികൾ തമ്മിൽ പല സ്ഥലത്തും ഇങ്ങനെ കൂട്ടിമുട്ടാറുണ്ട്. അപ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന കാര്യം വന്നു. ഞാൻ അവരോട് പറഞ്ഞു നമ്മൾ ഇങ്ങനെ മത്സരിക്കുകയാണ്, സമനിരപ്പിലാണ്. 2014 ഞാൻ ഇവിടെ 20,000 ഞാൻ വോട്ടിനാ തോറ്റത്. ഞാൻ ജയിക്കാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ജയിക്കാൻ പറഞ്ഞത് എന്നോട് ചോദിച്ചു കാര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യമൊക്കെ ചോദിച്ചു, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. ഞാൻ പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞു ഞാൻ ജയിക്കും LDF. രാഷ്ട്രീയ സൗഹൃദത്തിലുള്ള അല്ലേ അവര് അതൊക്കെ സ്ഥാനാർത്ഥികൾ ചെയ്യുന്നതാണ്. എന്താണ് ഉദ്ദേശിച്ചത്? എല്ലാ മണ്ഡലത്തിലും ഇല്ല കേട്ടോ. അല്ല, അങ്ങനെയല്ല. ഞാൻ ഇവിടെ ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ 2014 മത്സരിക്കുമ്പോൾ ഷാനവാസ് ഞാൻ ഉള്ള സ്ഥലത്ത് ഞങ്ങളുടെ ഒരു സ്ഥലത്തുണ്ടാവും. ഞങ്ങൾ കൈപിടിച്ച് ഇയാൾ തോളിലൊക്കെ കൈയിട്ടു. അന്നതൊരു വാർത്തയായിരുന്നത്. സ്ഥാനാർത്ഥികൾ കാണുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊരു പുതിയ കാര്യമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അവർ പക്ഷേ നിലമ്പൂരിൽ ഇവിടെ വയനാട്ടിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് പ്രചരണം നടത്തുന്നത്. അപ്പോൾ അത് വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിന്റെ തെളിവായിട്ട് കാണുന്നു? നേരത്തെ അങ്ങനെ ആയിരുന്നില്ലല്ലോ. നേരത്തെ വന്നും പോയിരുന്നാണല്ലോ. നോമിനേഷൻ കൊടുത്തിട്ട് അന്ന് തന്നെ പോയതാ. അപ്പോൾ അന്ന് അവരെ ധരിപ്പിച്ച് കാണുക 8-10 ലക്ഷം വോട്ടിനൊക്കെ നിങ്ങൾ ഈസിയായി ജയിച്ചു പോരും എന്നൊക്കെ ആയിരിക്കും അവർ ധരിപ്പിച്ച് കാണുക. അപ്പോൾ അവർക്ക് ഇവിടെ വന്നപ്പോൾ ഗ്രൗണ്ടിൽ എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലായി കാണും. അപ്പോൾ UDF ക്യാമ്പിന് ഒരു കുലുക്കമുണ്ട്. അതുകൊണ്ടാണ് ഈ 6 ലക്ഷം 7 ലക്ഷം എന്നൊക്കെ പറയുന്നത്. ആത്മവിശ്വാസം അവരുടെ ഇടയിൽ ഉണ്ടാകാൻ വേണ്ടി. അതൊന്നും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് ഗ്രൗണ്ടിലുള്ളവരെ അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2014 ഇവിടുത്തെ ഗ്രൗണ്ട് എന്നുള്ളത്. അതാണ് ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്. എങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ? ഇനിയിപ്പം ഞാൻ ഈ 4 മണ്ഡലങ്ങളിലെ പ്രചരണം എൻ്റെത് പൊതുവെ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം 3 മണ്ഡലങ്ങൾ വയനാട് ജില്ലയിലാണുള്ളത്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ അവസാനിക്കും. പിന്നെ ഒരു ദിവസമുണ്ട്. ആ ഒരു ദിവസം ഒന്ന് എല്ലാ സ്ഥലത്തും പോകാൻ ശ്രമിക്കും. ജനങ്ങളുമായി മാക്സിമം ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ. പിന്നെ ആത്മവിശ്വാസമല്ല, ജയിക്കും. അതിനകത്ത് ഒരു കുഴപ്പമില്ല. കാരണം ജയിക്കുന്നത് എന്താ ഞാൻ പറഞ്ഞല്ലോ, 2014 20,000-ലധികം വോട്ടിനാണ് തോറ്റത്. 21,000 താഴെ വോട്ടിനാണ് തോറ്റത്. ആ അന്തരീക്ഷമാണുള്ളത്. കാരണം ഇവിടെ ഈ വഞ്ചന ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. 2 തവണ വഞ്ചിച്ചു. ഞങ്ങളെ കൂടെയുള്ള ഒരു ജനപ്രതിനിധി, അവർക്ക് എന്നെ അറിയാം. തോൽപ്പിച്ച അൻവർ ഇപ്പോഴും മറുവശത്താണുള്ളത്. അൻവർ അതിപ്പോൾ ഓരോരുത്തർ മാറുന്നത് കൊണ്ടൊന്നും ഇവിടെ ആളൊന്നും മാറ്റം ഉണ്ടാവില്ല. ഇപ്പോൾ ആരെങ്കിലും മാറിയ ആൾ മാറിയെന്നത് ഇപ്പോൾ തലയിൽ തൊപ്പി വെച്ച് എടുത്തു കഴിഞ്ഞാൽ തലക്കെന്തെങ്കിലും നേരെ പറ്റുമോ? ഒന്നും പറ്റില്ല. എന്തെങ്കിലും പറ്റുമോ? ഒന്നും പറ്റില്ല. അതുപോലെ അന്ന് നഷ്ടമായ വിജയം തവണ തിരിച്ചു പിടിക്കും അല്ലേ? 2014 നഷ്ടമായ 2014 ജനങ്ങള് LDF വോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നിയോജക മണ്ഡലത്തിലെ 7 അസംബ്ലി സെഗ്മെന്റിൽ, എൻ്റെ പത്രാസ് മാത്രമല്ല, 7 അസംബ്ലി സെഗ്മെന്റിൽ 6 അസംബ്ലി സെഗ്മെന്റുകളിൽ LDF പല ഘട്ടങ്ങളിൽ ജയിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 3 അസംബ്ലി സെഗ്മെന്റിൽ LDF അരിവാളൻ ചുറ്റി നക്ഷത്രത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട്. അത് UDF LDF തമ്മിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വലിയ വ്യത്യാസമില്ല. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ UDF LDF തമ്മിൽ വ്യത്യാസമില്ല. ഇവിടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് വരുന്നത്, പ്രധാനമന്ത്രിയാണ് ഈ വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആളുകളൊക്കെ ഒരു പ്രധാനമന്ത്രിയല്ലേ, നമുക്കൊരു വയനാടിനൊരു പോലെയുള്ള സ്ഥലത്തൊരു പ്രധാനമന്ത്രി, അങ്ങനെ വോട്ട് ചെയ്താണ്. അന്ന് ആദ്യത്തെ വോട്ട്, അതാ 4 ലക്ഷത്തിന് അന്ന് കിട്ടിയത്. പിന്നെ കുറയാൻ കാര്യം എന്താ? പിന്നെയും കുറഞ്ഞല്ലോ. 3 ലക്ഷത്തിൻ്റെ കുറഞ്ഞല്ലോ, കണ്ടവൻ കുറഞ്ഞല്ലോ. അപ്പോൾ അതിങ്ങനെ താഴോട്ട് വരികയാണ്. ഇത്തവണയോടുകൂടി 2014 മേലെ വന്ന് സംഗതി അവരെവിടെ കൊണ്ടുവന്ന് പ്രയാസപ്പെടുത്തിയത് ശരിയായില്ല എന്നൊരു ചർച്ച തന്നെ വരും. അങ്ങനെ ചിന്തിക്കേണ്ടി വരും. LDF വിജയം ഉറപ്പാണ്. 2014 നഷ്ടമായ വിജയം ഇത്തവണ നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. അഖിലൂട്ട് പറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.